നമസ്കാരം. ഇബ്രാഹിം റൈസിയുടേത് കൊലപാതകമെന്ന് തന്നെയാണ് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ വിധി എഴുതുന്നത്. ഇസ്രായേൽ എന്ന രാജ്യത്തെക്കാൾ മൊസാദ് എന്ന പേര് അറബ് രാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തുന്നു എന്ന് പറയാം. അടുത്ത കുറി വീഴാൻ പോകുന്നത് ഖത്തറിനാണ് എന്നുള്ള മുന്നറിയിപ്പ് കൂടി കിട്ടുകയാണ്. ഹമാസിന് ഒളിഞ്ഞും മറഞ്ഞും സഹായങ്ങൾ ചെയ്യുന്നത് ഖത്തറാണ്. ഹമാസിൻ്റെ ഉന്നത നേതാക്കളും അവരുടെ കുടുംബങ്ങളും ഖത്തറിൽ സുഖവാസത്തിലാണ്. ഈ കൊടും ഭീകരർക്ക് അഭയം നൽകുന്നത് പോലും ഖത്തർ എന്ന് പറയുന്ന രാജ്യമാണ്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണം ഇബ്രാഹിം റൈസിയുടെ അറിവോടെ തന്നെയാണ് പുറത്തു വന്നത്, അല്ലെങ്കിൽ വിവരം പുറത്തു വന്നപ്പോൾ റൈസിക്ക് കുറിവെച്ചതാണ് എന്ന് മൊസാദ്. റൈസിയുടെ മരണത്തിന് പിന്നിൽ മൊസാദ് എന്ന അറബ് രാജ്യങ്ങൾ തറപ്പിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഹമാസിൻ്റെ തലവനായിട്ടുള്ള യഹ്യ സിൻവർ ഖത്തറിൽ സുരക്ഷിതനായി കഴിയുന്നു. ഇയാളെ പൊക്കാൻ മൊസാദ് പലതവണ ഖത്തറിൽ വട്ടമിട്ട് പറക്കുകയും ചെയ്തിരുന്നു. ഇനിയും യഹ്യയെ വിട്ടുകിട്ടിയില്ല എങ്കിൽ മൊസാദ് വെറുതെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ? വെറുതെ ഇരിക്കില്ല. റൈസിയുടെ മരണം അറബ് രാജ്യങ്ങളെ പിടിച്ചുലച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഖത്തറിന് ഭയമുടലെടുത്തിരിക്കുന്നു. യുദ്ധത്തിൽ സമാധാന ചർച്ചകൾക്കും മറ്റും മധ്യസ്ഥത വഹിച്ചത് ഖത്തറാണ്. ഹമാസിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇസ്രായേലിന് മുന്നിൽ എത്തിച്ചതും വെടിനിർത്തലിന് വേണ്ടി ഇടപെട്ടതും അടക്കമുള്ള കാര്യങ്ങൾ ഖത്തറുണ്ടായിരുന്നു. ഇതിനിടയിലും ഹമാസിന് വേണ്ടി തുരങ്കങ്ങൾ വഴി ആയുധമൊഴുക്കിയതും ഖത്തറാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഡബിൾ റോൾ കളിക്കുന്നത് ഖത്തറാണ്. 2012 മുതൽ ഖത്തർ തലസ്ഥാനമായിട്ടുള്ള ദോഹയിലാണ് ഹമാസ് നേതാക്കൾ താമസിക്കുന്നത് പോലും. ഗാസയിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും ഹമാസ് ഭീകര നേതൃത്വം തങ്ങളുടെ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതും ഏകോപിപ്പിച്ചതും ഒക്കെ ഈ ഖത്തർ കേന്ദ്രമാക്കിയായിരുന്നു എന്ന് പറയേണ്ടി വരുന്നു. മൊസാദിന് വേണ്ടത് യഹ്യ സിൻവറിനെയാണ്. ജൂതരാഷ്ട്രത്തിൻ്റെ സർവനാശം, അതാണ് യഹ്യയുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. ഈ ഭീകരൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇസ്രായേലിന് അപകടം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. യഹ്യയെ വിട്ടുകിട്ടണമെന്ന് ഇസ്രായേൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഖത്തർ ഒളിച്ചു കളിക്കുകയാണ് എന്നുള്ളതാണ്. റൈസിയുടെ തല വീണതോടെ ഖത്തറിന് പേടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നു. 1990കളിൽ ഖത്തർ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചപ്പോൾ അക്കാലത്ത് സൗദികളെ അമ്പരപ്പിച്ചുവെങ്കിലും മറ്റൊരു വഴിക്കൂടെ ഗാസ നിയന്ത്രിക്കുന്ന ഹമാസിനും പിന്തുണ വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ്. വൈദ്യുതി ആവശ്യങ്ങൾ, പൊതുശമ്പളം, പുതിയ അപ്പാർട്ട്മെൻറ്റ് കെട്ടിടങ്ങൾ, സ്കൂളുകൾ ഇവയ്ക്കൊക്കെയായി ദോഹ ഗാസയ്ക്ക് ധനസഹായം നൽകിക്കൊണ്ടിരുന്നു. ഹമാസിനെയും താലിബാനെയും പിന്തുണയ്ക്കുന്നതിൽ ഖത്തറിൻ്റെ പങ്ക് എന്ന് പറയപ്പെടുന്നത് വലുതാണ് എന്നുള്ളതാണ്. ഖത്തറിൻ്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്ക വലിയ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് ഇതിനോട് എങ്കിൽ കൂടിയും, എന്നാൽ ചിലപ്പോഴൊക്കെ ഖത്തറിൻ്റെ ഇടപെടൽ എന്ന് പറയപ്പെടുന്ന US ഗുണം ചെയ്തിട്ടുമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതുപോലുള്ള മേഖലയിലെ സംഘർഷങ്ങളിൽ ഇടനിലക്കാരുടെ റോളും US മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്കും വിഷയങ്ങളിൽ ഏർപ്പെടാൻ കഴിയാത്തപ്പോൾ കളത്തിൽ വരുന്നതടക്കം ഖത്തർ എന്ന് പറയപ്പെടുന്ന രാജ്യമാണ്. മിഡിൽ ഈസ്റ്റിൽ മറ്റൊരിടത്തുമില്ലാത്ത ഒരു ബാലൻസിങ് ആക്റ്റാണ് ദോഹ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റ് അറബ് രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതും ഇറാനോട് അടുത്തതുമാണ്. ഇന്ന് അറബ് രാഷ്ട്രങ്ങൾക്ക് പോലും ഇസ്രായേലിനോട് പഴയ ശത്രുതയില്ല എന്ന് പറയട്ടെ. 3 തവണ അടിച്ചിട്ടും തോൽവിയേറ്റത്തിൻ്റെ പേടി കൊണ്ട് കൂടിയാവാം അവർ തങ്ങളുടെ പണി നോക്കി ഒതുങ്ങിക്കൂടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഭൂലോകത്ത് നിന്ന് ഇസ്രായേലിനെ തുളച്ചു നീക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഷിയ മുസ്ലിം രാഷ്ട്രമായിട്ടുള്ള ഇസ്ലാമിക മതകാകക്ഷത്തിൻ്റെ അവസാന വാക്കായ ഇറാൻ. അതോടെ ഇറാനെ തീർക്കുമെന്ന് മൊസാദും പ്രഖ്യാപിച്ചു. വലിയ വിലയാണ് ഇറാൻ അതിന് കൊടുക്കേണ്ടി വന്നത്. തങ്ങളുടെ കൊച്ചു രാജ്യത്തെ ഒരു മിസൈൽ പോലും വീഴാത്ത രീതിയിൽ സംരക്ഷിക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അവർ നിരന്തരം ഇറാന് പണി കൊടുത്തുകൊണ്ടേയിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തോടെ ഈ പോര് മുറുകി ഒടുവിൽ റൈസിയുടെ മരണത്തിൽ വരെ എത്തി നിൽക്കുന്നു എന്ന് പറയാം. റൈസി കൊല്ലപ്പെട്ടത് അറബ് രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് ഏതു നിമിഷവും മൊസാദിൻ്റെ വേട്ടയാടൽ ഉണ്ടാകുമെന്നുള്ള ഭയം അത് ഖത്തറിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. മൊസാദിന് വേണ്ടത് യഹ്യയെ സംരക്ഷിക്കുന്നത്, ആ സംരക്ഷണത്തിൽ നിന്ന് മാറേണ്ടതുണ്ട് ഖത്തർ. പക്ഷേ ഖത്തറിൻ്റെ തലതെറിക്കാൻ ഇത് കാരണമായേക്കാം. സെപ്റ്റംബർ 7 ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ഹമാസ് നടത്തിയ കൂട്ടക്കൊലയുടെ സൂത്രധാരൻ, ലോകത്തെ ഏറ്റവും സജ്ജമായ സൈനിക ശേഷി എന്ന ഖ്യാതിയുള്ള ഇസ്രായേലിനെ നാണം കെടുത്തിയ ആക്രമണമായിരുന്നു അന്ന് നടന്നത്. 2017 മുതൽ ഹമാസിൻ്റെ തലപ്പത്തുള്ള ഈ നേതാവാണ് താരതമ്യേന ദുർബലമായിട്ടുള്ള സംഘത്തെ ഇസ്രായേലിൻ്റെ ആത്മവിശ്വാസം തകർക്കുന്ന തരത്തിൽ സജ്ജമാക്കിയത് എന്നുള്ളതാണ്. ഈ ഒരു മനുഷ്യനെ ജീവനോടെയോ അല്ലാതെയോ കിട്ടിയാൽ തീരാവുന്ന ഒരു യുദ്ധത്തിൻ്റെ പേരിൽ ഇപ്പോൾ 36,000-ഓളം ജീവനുകൾ ഗാസയിൽ പൊലിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നന്നായി ഹീബ്രു ഭാഷ സംസാരിക്കുന്ന യഹ്യ സിൻവറിന് ഇസ്രായേലുകളുമായി അടുത്ത് ഇടപഴകാനുള്ള കഴിവ് അപാരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഹമാസിൻ്റെ യുവാക്കളെ ഈ ഭാഷ പഠിപ്പിച്ചു. തുടർന്ന് അയാൾ നടത്തിയ കെണിയാണ് ഇസ്രായേലിന് വലിയ ദുരന്തമുണ്ടാക്കിയത് എന്നുള്ളതാണ്. ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിൽ നിർണായകമായതും
അത്തരത്തിലുള്ള ഇടപെടലുകളാണ്. ഹീബ്രു ഭാഷ പഠിപ്പിച്ച 11,000 പാലസ്തീൻ ചെറുപ്പക്കാരെ ഇസ്രായേലി വർക്ക് പെർമിറ്റ് എടുപ്പിച്ച് സിൻവർ ഇസ്രായേലിലേക്ക് അയച്ചു എന്നുള്ളതാണ്. ഇസ്രായേൽ ആകട്ടെ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി ഇത് സ്വാഗതം ചെയ്യുകയും ചെയ്തു. കാരണം ഗാസയിൽ കൂലി വളരെ കുറവാണ്. അതിൻ്റെ 6 ഇരട്ടിയോളം ഒരു ദിവസം ഇസ്രായേൽ ജോലി ചെയ്താൽ കിട്ടുകയും ചെയ്യും. ഇസ്രായേൽ ആവട്ടെ വീട്ടുജോലി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ആളെ ആവശ്യമുണ്ട്. അങ്ങനെ പ്രതിദിനം ഇത്രയേറെ പാലസ്തീനുകൾ രാവിലെ ഗാസ അതിർത്തിയിൽ പാസ് കാണിച്ച് ഇസ്രായേലിലേക്ക് വരികയും അവർ അവിടെ ജോലി ചെയ്തിട്ട് വൈകുന്നേരങ്ങളിൽ ഗാസയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പതിവ് കാഴ്ച. ഇങ്ങനെ രണ്ട് സമൂഹങ്ങൾ തമ്മിൽ ഇടകലരുമ്പോൾ പാലസ്തീനികളുടെ രോഷം നേർപ്പിക്കപ്പെടുമെന്നായിരുന്നു ഇസ്രായേൽ കരുതിയിരുന്നത്. പക്ഷേ ഇത് യഹിയ സിൻവറിൻ്റെ കെണിയാണ് എന്ന് അവർ അറിഞ്ഞതേയില്ല. ഈ വിവരങ്ങളെല്ലാം ആക്രമണത്തിൽ പിടിക്കപ്പെട്ടവരെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് പിടികിട്ടിയത് എന്നുള്ളതാണ്. 2023 ഫെബ്രുവരി 13 അർദ്ധരാത്രി ഇസ്രായേൽ സൈനിക വക്താവായിട്ടുള്ള ഡാനിയൽ ഹെഗരി ഹമാസ് തലവൻ യഹിയ സിൻവറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുമെന്ന് പ്രഖ്യാപിക്കുന്നു. തീപ്പൊരി പ്രാസംഗികനും സംഘാടകനുമായിട്ടുള്ള ഈ ഹമാസ് നേതാവിൻ്റെ തലയ്ക്കിപ്പോൾ മൊസാദ് ലക്ഷങ്ങൾ വിലയിട്ടിരിക്കുകയാണ്. എന്നിട്ടും പിടികിട്ടാതെ അദ്ദേഹം ഇങ്ങനെ പറന്നു നടക്കുകയാണ്. ഇബ്രാഹിം റൈസിയുടെ മരണം ഇറാന് കൊടുത്തത് കടുത്ത അടിയാണെങ്കിൽ അറബ് രാഷ്ട്രങ്ങളടക്കം ഞെട്ടുന്നത് ഇനി വരാൻ പോകുന്ന കെണികളെക്കുറിച്ചാണ്. അടുത്ത അടി കിട്ടാൻ പോകുന്നത് ഖത്തറിനായിരിക്കുമെന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.